ഞാൻ നിങ്ങളുടെ സ്വന്തം വ്ലോഗർ ഇസാമിറിയം. അങ്ങനെ ഞാൻ പറഞ്ഞ മലയുടെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ ആ മല കഷ്ടപ്പെട്ട് കയറി അതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ മലയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഈ കാറ്റും ശാന്തമായ പ്രകൃതിയും ഇതൊക്കെ നമുക്ക് തരുന്നൊരു പ്രത്യേക ഫീലുണ്ട്. ഈ മലയുടെ മുകളിലിരുന്ന അകലെയുള്ളതെല്ലാം അടുത്തായി തോന്നും. ഇവിടെ കിട്ടുന്ന ഈ ഒരു പീസ്, ഹാപ്പിനെസ്, റിലാക്സേഷൻ, വൈബ് ഇതൊക്കെ വേറെ ലെവലാണ്. പത്തിരുപത്തിനാല് വയസ്സായി, കയറൂരി വിട്ടേക്കല്ലേ. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നുള്ളേന്ന് വിചാരിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയേക്കല്ലേ. പലതരം ഭ്രാന്ത് കേട്ടിട്ടുണ്ട്, മരം കയറിയെന്നും കേട്ടിട്ടുണ്ട്, മല കയറണ വട്ട് ഇതാദ്യമായിട്ടാ ഞാൻ കേൾക്കണേ. ഇന്നത്തെ പിള്ളേര് കുടുംബം വിട്ട് പുറത്തേക്ക് ജർമ്മനിക്കും കാനഡയ്ക്കൊക്കെ പോണ്. ഡേ, നിന്റെ മോള് മല കയറാൻ പോണ്. ഇതെന്തൊരു കാല. നീ അവളെ വല്ല ഹൈ റേഞ്ചിലെ പ്രസവിച്ച? ഇനി എന്തൊക്കെ കാണണം എൻ്റെ കർത്താവേ. ഓഹ്, വന്നു എന്നാ തോന്നണേ മല കയറി മറിയാമ്മ. ദൈവമേ, എൻ്റെ കുഞ്ഞിന് നല്ല ബുദ്ധി കൊടുക്കണേ. ഇനി മല കയറാനുള്ള ശക്തി എൻ്റെ മോൾക്ക് കൊടുത്തേക്കണേ. ഓ, ഡയടിച്ചിരിക്കാൻ ചുന്തിരി. എന്നാ ഇതുകൂടി വെച്ചോ, ചുന്തിരി ആവട്ടെ. എൻ്റെ മോള് മിടിക്കല്ലേ. ആ, നീ വന്നോ? ഇന്ന് എത്ര നേരം ഉണ്ടായിരുന്നു എന്നെ നന്നാക്കാനുള്ള അമ്മമ്മയുടെ ഉപദേശം? ആ, എന്താ ചെയ്യാ, എന്റെ വിധി. ഇസ, നിനക്ക് എത്ര വയസ്സായെന്നാ മോളെ നിന്റെ വിചാരം? അപ്പ ഇന്നുകൂടി ഫോൺ വിളിച്ചപ്പോ നിന്റെ കാര്യം പറഞ്ഞോളൂ. എന്തായാലും നിന്നോട് ചോദിക്കാണ്ട് ഞങ്ങള് മാട്രിമോണിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീ ഇനി ഒന്നും പറയണ്ട മോളെ. നിങ്ങൾ എന്തിനാ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണേ? വീട്ടിൽ വന്ന് ഒരു സമാധാനം തരില്ല. എന്റെ ആളെ കണ്ടുപിടിക്കാനേ എനിക്കറിയാം. കേട്ടില്ലേ, സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളാന്ന്. ഇതൊക്കെ ഈ തറവാടിനെ പറ്റിയ കാര്യങ്ങളാണോ? ബൈ. ഇന്ന് ഏത് മലയുടെ മണ്ടയ്ക്കാനാവോ പെടച്ച് കയറാൻ പോണത്? അവളുടെ ഒരു വണ്ടി. ഹലോ, ഇന്നെങ്കിലും ഒന്ന് ഇറങ്ങോ നീയ്? എങ്ങനെയുണ്ടീ, കൊള്ളാവോ? ആ, കൊള്ളാം. ഒന്ന് വന്ന് കേറ്. ആ, പോട്ടെ പോട്ടെ പോട്ടെ. ആ, പോവാ പോവാ, വിട്ടോ വിട്ടോ. ഇന്ന് ഏത് സ്പോട്ടിലേക്കടി പോന്നെ? അതെനിക്കറിയൊന്നുമില്ല. അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല, അതാ ഞാൻ അങ്ങോട്ട് പോന്നെ. എന്താടി, വീട്ടില് സീനാണോ? എടി, എന്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിയേ. ജൂഡ് ആൻഡൻ, 28 വയസ്സ്, മറിയൻ എഞ്ചിനീയർ, സെറ്റിൽഡ് ഇൻ ലണ്ടൻ. എടി കൊള്ളാലോ, ലൈഫ് സെറ്റ്. നീ ഭാഗ്യവതി, എന്റെ കാര്യം കട്ടപ്പോക. അങ്ങനെ ഇപ്പൊ എന്റെ ലൈഫ് സെറ്റ് ആവണ്ട. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാടി. ആ, നീ എടുത്തോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അല്ലടി, നിനക്കിതുവരെ ആരോട് ക്രഷ് തോന്നിയിട്ടില്ലേ? എന്റെ സങ്കല്പത്തിലുള്ള ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാരടി അങ്ങനെ ഒരാള്? അത്
വ്യത്യസ്തതകളെ പ്രണയിക്കുന്ന ഒരുത്തൻ, എന്നെപ്പോലെ യാത്രകളും മലകളുമൊക്കെ ഇഷ്ടപ്പെടുന്ന, തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരുത്തൻ. അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും അതിനു വേണ്ടിയുള്ളൊരു ഇന്നർ സെർച്ച് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഒരു സ്കൂബ ഡൈവറിനെ കിട്ടിക്കോ. അവൻ വെള്ളത്തിലും നീ മലയിലും. ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ നിനക്ക് സെർച്ച് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. കാതങ്ങൾ ദൂരെ വേഗത്തിൽ പോകാം, ആകാശത്തിൻ മേലയാ മാനത്തിൻ മേലെ മേഘത്തിലൂടെ കാണാ കാഴ്ചകൾ കണ്ടിടാം. എന്തു പറ്റടി, നീ ഒന്ന് ഇറങ്ങിയേ. കോപ്പ് അവളുടെ ഒരു കാടും മലയും, ഇതാണെങ്കിൽ ഒരു ഓണംകയറ മൂലയും. ഇപ്പം എന്താ ചെയ്യാ, ഡാർക്ക് സീനാണല്ലോ. നല്ല ഇരുട്ടായിണ്ട്. നിനക്ക് എപ്പോ വേണേലും വീട്ടിൽ കയറാലോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, അമ്മ ഒലക്കും കൊണ്ട് ഓടിപ്പിക്കും. ഇവിടെ ആണെങ്കിൽ ഒരു വീടുമില്ല വെളിച്ചമില്ല, എങ്ങോട്ട് പോവും? എനിക്കറിയില്ല. ഒരു നൈസ് ഐഡിയ ഉണ്ട്. എന്താടി? തല്ലിക്കോ. നല്ലതാ. ഇതിൻ്റെ എവിടെ എത്താനാണാവോ? ഒന്ന് മര്യാദക്ക് തള്ളു. ഒരു റേഞ്ചും ഇല്ല, സഹായിക്കാൻ ആളുമില്ല. വിളിച്ചാരെങ്കിലും കിട്ടോ? അതുമില്ല. ഒന്നും മിണ്ടാണ്ട് നടക്കടി. ഇവിടെ നിർത്ത്. ഇവിടെ അവിടെ ഒരു വെളിച്ചം കാണാണ്ടല്ലോ. അതൊരു മടാൻ തോന്നുന്നു. വാ കേറി നോക്കാം. ഗേറ്റ് പൂട്ടിട്ടുണ്ടാവോ? ഇവിടെ നിന്ന് ആരെയും കാണാനില്ലല്ലോ. അയ്യോ, പൂട്ടിയേക്കാ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? അവിടെ ആരെയും കാണാനില്ല, നമുക്ക് കയറി നോക്കിയാലോ? എന്നാ കയറാം. നീ ചാടോ? നീ ആദ്യം ചാടോ. ഞാൻ എന്നെ ചാടണല്ലേ ആദ്യം. പട്ടി ഉണ്ടെങ്കിൽ ഇപ്പം അറിയാം. ഇത് ചവിട്ടാൻ പറ്റുന്നില്ല. നോക്കി നീ ഇത് പിടിച്ചേ. ബാഗ് എടുത്തോ. എടി, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ. പട്ടിയുടെ കുറെ മാത്രം കേൾക്കാനുള്ളൂ. എന്താ മക്കളെ ഈ നേരത്ത്? നിങ്ങൾ എവിടുന്നാ വരുന്നേ? സിസ്റ്ററെ, ഞങ്ങളോട് ഒരു മല കയറാൻ വന്നതാ. കൊള്ളാലോ. ഞങ്ങളുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയേ. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഫോൺ ചെയ്യാൻ പറ്റുമോ ഒന്ന്? അതിനെന്താ മക്കളെ, വായു. താങ്ക് യു സിസ്റ്റർ. അല്ല, ഗേറ്റൊക്കെ അടഞ്ഞെടുക്കാണല്ലോ, നിങ്ങളെങ്ങനെ അകത്ത് കിടന്നേ? അത് പിന്നെ ഞങ്ങൾ ചാടി. വിടിക്കുകളാണല്ലോ. ഇതിപ്പോ ആകെ പെട്ടൂലോ. ഇവിടെ നിന്ന് പോവാൻ വണ്ടി വല്ലതും കിട്ടുമോ? നീ ഇന്നിനി പോണ്ട, ഇപ്പൊ രാത്രി ആയില്ലേ. ഇനിയിപ്പോ നാളെ രാവിലെ പോവാം. ഞങ്ങളുടെ ഒപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ട് പോവാം. ഇതിപ്പോ ഭക്ഷണത്തിന്റെ സമയാ. ശരി. മെക്കാനിക്കിനെ ഞാൻ നാളെ രാവിലേക്ക് അറേഞ്ച് ചെയ്തുതരാം. ഹലോ സിസ്റ്റർമാര്, നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതെ, ആദ്യം നിങ്ങൾ പോയി കൈ കഴുകിയിട്ട് വായു. ഈ ബാഗൊക്കെ ഊരി വെക്കേ. നീ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്തോളാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. മോൾ ഇങ്ങോട്ട് ഇരിക്കേ. വാ മോളെ, ഇരിക്കേ. ഇവര് മല കയറാൻ വന്നതാ. ഇവിടെ അടുത്തൊരു മലയുണ്ട്. നിങ്ങൾക്ക് മല കയറാൻ ഇത്ര ഇഷ്ടാണോ? ഇവിടെ ഒരു മലപ്രാന്തിയാ. 28ാം വയസ്സിൽ ബിടെക് കഴിഞ്ഞിട്ടും ഇപ്പോഴും മല കയറി നടക്ക. കൊള്ളാലോ മോളെ, നല്ല വെറൈറ്റി ആണല്ലോ. ഞങ്ങൾക്കുമുണ്ട് ഇതുപോലെ വ്യത്യസ്തതയെ പ്രണയിക്കുന്ന ഒരു കൊച്ചു മാലാക. ഭക്ഷണം കഴിഞ്ഞ് ആ മാലാഖയെ കണ്ടിട്ട് വേണം പോവാൻ കേട്ടോ. സിസ്റ്റർ ഹന്ന, ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. വാ, നമുക്ക് ആ മാലാക സിസ്റ്ററിനെ കാണാൻ പോവാം. സിസ്റ്ററെ, ഇരിക്കൂ. കാടും മലയൊക്കെ ചുറ്റി നടക്കുമ്പോൾ
ഒരു പ്രത്യേക ഫീൽ ഉണ്ടാകാറുണ്ടല്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നടോ. അവിടെ കയറി നിൽക്കുമ്പോ എന്തൊക്കെയോ നിന്റെ ഉള്ളിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടല്ലേ? ആ മലമുകളിൽ, ആ പ്രശാന്തതയിൽ നിന്നെ നയിച്ചിരുന്നത് അവൻ തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തൻ അവൻ മാത്രമാണ്. നിന്നെപ്പോലെ തന്നെ മലമുകളിൽ ഒരു പ്രത്യേക സംതൃപ്തിയും അവനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എന്നും